അങ്ങനെ നമ്മുടെ പാലക്കാടും ലുലു മാൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ പാലക്കാട് എക്സാക്റ്റ് കണ്ണാടിയിലാണ് ലുലു മാൾ വരുന്നത്. 18-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിപ്പോൾ ലുലു മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ചില്ലോക്സ്. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ലുലു മാളിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ലുലു മാൾ ഓപ്പൺ ചെയ്തതിന് ശേഷം 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും ഇപ്പോൾ എന്തായാലും നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലക്കാടും ഒരു ഇൻ്റർനാഷണൽ മോൾ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ലുലു മാളിൻ്റെ അകത്തൊക്കെ പോയി നോക്കാം. അപ്പം നമ്മളിവിടെ മാളുടെ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ ലുലു പാലക്കാട് എന്നൊക്കെ എഴുതി അവർ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഷോറൂംസ് ഒക്കെ വന്നിട്ടുണ്ട്. അക്ഷയ വന്നിട്ടുണ്ട്, വി സ്റ്റാർ, നോർത്ത് റിപ്പബ്ലിക്, ഫൺടൂറൊക്കെ മേലെയുണ്ട്. ഫൺടൂറ നമ്മുടെ മെയിൻ ഐറ്റം ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഗൈസ്. നമ്മുടെ എയിം എവിടെ പോയാലും, ട്രിവാൻഡ്രത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് വിട്ടിട്ട് വേറെ ഒരു കളിയുമില്ല. അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഷോറൂംസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഗിഫ്റ്റ് ആൻഡ് ഫ്രെയിംസിൻ്റെ ആണ്. പിന്നെ സിസോൻ്റെ വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ട് ഗൈസ്. നമുക്ക് കൊട്ട എടുക്കണ്ടേ? ഇങ്ങനെ ഞാനൊരു കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിടണമല്ലോ. അങ്ങനെ നമ്മളൊരു ബദാം കാഷ്യൂ എടുത്തിട്ടുണ്ട് ഗൈസ്. ചോക്ലേറ്റ് നമ്മുടെ എന്നൊരു വീക്ക്നെസ്സാണ്. നമ്മളൊരു സ്നിക്കേഴ്സ് പാക്ക് എടുത്തു ഗൈസ്. ഇത് 249 രൂപേൻ്റെ 149 രൂപയ്ക്ക് ഓഫറുണ്ട് ഗൈസ്. ഇവിടെ സ്നിക്കേഴ്സിന് എന്താ ഗാലക്സിക്ക് ഓഫറുണ്ട്. 150 രൂപേൻ്റെ 75 രൂപയ്ക്ക്. അപ്പോൾ ഇതൊന്നും എടുക്കാമെന്ന് വെച്ചു. ആൽമണ്ട് ഓഫറില്ല. ഇത് 649 രൂപയാണ്. ഓക്കെ, വേണ്ട. ഫെറാറോ റോഷയുണ്ട്. വേണ്ട. 500 ആണല്ലേ? 700-ൻ്റെ 524. ഓ ഓക്കെ, വേണ്ട. ഇത് മറ്റേ ഉണക്കമുന്തിരി പോലത്തെ അല്ല, ഉണക്കമുന്തിരി ആണല്ലോ. ഈ പിസ്താച്ചിയോ മിഡിയോ എന്ന് പറയുന്ന ഈ സാധനം ഒന്ന് ടേസ്റ്റ് നോക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. എന്നിട്ട് ഇത് മേടിക്കാം. നോക്കിയിട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. ആ ചേച്ചി അവിടെ ബിസിയാണ്. അവർ ടേസ്റ്റ് നോക്കാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ നടക്കുവാണ്. വാങ്ങിയിട്ടേ കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് പിന്നെ സീനല്ലേ. അതുകൊണ്ട് നടന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാ സാധനം? കപ്പ് കേക്ക്സ്, മഫിൻസ്. ഈ ചോക്ലേറ്റ് മഫിൻസ് നമ്മളിത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഈ ചോക്ലേറ്റ് അല്ലേ ടേസ്റ്റൊക്കെ ഉണ്ടാവും. എടുക്കല്ലേ? ഡോനട്ട് വേണ്ട. എടുക്കട്ടെ? എടുക്കണോ? എടുക്കട്ടെ? ടേസ്റ്റ് ഇല്ലെങ്കിൽ അല്ല ഇത്
4 ഉള്ളതില്ല, 6 ഉള്ളതേ ഉള്ളൂ. ഇവിടെ കുറേ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് ഗൈസ്. ഏതാമ്മ ഇതെടുക്കാനാ? ഏതാ സാധനം നോക്കട്ടെ. കാഷ്യൂ ബട്ടർ കുക്കീസ്. ഓക്കെ, പിന്നെ ഇതാ ഇത് നന്നായിരിക്കുമോ? ഓക്കെ ഗൈസ്, നമ്മളിത് എന്തായാലും എടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഈ ഒരു സാധനം കൂടി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താ? മെറിങ്കിയോ എന്തോ, എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ കേക്കിൻ്റെ സെക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡ്രീം കേക്ക് ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കൂല ഗൈസ്. ഇനി ഡ്രീം കേക്ക് എടുക്കുന്ന പ്രശ്നമില്ല. ഓറിയോ. ഓ അതേതാ വേണ്ടേ? ബ്ലൂബെറി ക്യാപിച്ചിനോ ചീസ് കപ്പ്. ഏതാണ്? റെഡ് വെൽവെറ്റ് ഓറിയോ ചീസ് കപ്പ്. സ്ട്രോബെറി ഇത് മാംഗോ വാൾനട്ട്. ഇതാ അതെന്ത് സാധനം? അല്ല, അത് ബ്രെഡ് പോലത്തെ എന്തോ സാധനത്തിൽ ഇങ്ങനെ വെച്ചതില്ല. ഓ ഇത് വേണ്ട, ഇത് വേണ്ട, കപ്പ് വേണ്ട. ഓക്കെ, ഇതിലേതാ വേണ്ട? കിവി ഉണ്ട്, മിക്സഡ് ഫ്രൂട്ട്, സ്ട്രോബെറി, ഡാനിഷ്, പൈനാപ്പിൾ. എന്നാ നമുക്ക് കിവി. ഇത് എനിക്ക് തോന്നുന്നു ഒരു ബ്രെഡിൽ വെറുതെ ഫ്രൂട്ട് ഇട്ട് അന്ന് തരുന്ന സാധനമായിരിക്കും തോന്നുന്നു, അല്ലേ? പിന്നെ അതുകൊണ്ട് കിവി പറഞ്ഞാൽ മറ്റേ സാധനമില്ലേ നമ്മൾ, ഞാൻ മറ്റേ പച്ച കളറുള്ള സാധനം, അത് അതിൽ തന്നെ ഉണ്ടല്ലോ. ഇതോ കിവിയാ? മിക്സഡ് ഫ്രൂട്ട് ഡാനിഷും ഒരു സ്ട്രോബെറി ചീസും. അപ്പുറത്ത് അവിടെ എത്തിയിട്ട് നോക്കാം അല്ലേ? ഓക്കെ പ്ലീസ്. അപ്പം നമ്മൾ ഈ സ്ട്രോബെറിയും മിക്സഡ് ഫ്രൂട്ട് ഡാനിഷും വാങ്ങാൻ പോകും. ചേച്ചി ഇതും കൂടെ, ഈ ചിക്കൻ ടിക്ക ക്രോസൈൻ. നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഒരു സ്ട്രോബെറി ചീസ് കപ്പും മിക്സഡ് ഫ്രൂട്ടും ചിക്കൻ. നമ്മളിവിടെ ഐസ്ക്രീമേ അച്ചാറ് നോക്കുകയാണ്. അമ്മ ഏതൊക്കെയോ 2 അച്ചാർ എടുക്കാൻ പോകണം. ഏതാ മേടിക്കണേ? എന്താണ് നോക്കട്ടെ. കട്ടുമാങ്ക. ഓക്കെ, എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് എത്തിച്ച് വയ്ക്കുന്നു. ഉണ്ടല്ലോ. ഓക്കെ, അതൊക്കെ ചീസാണ്. നമ്മൾ ലഞ്ചിന് ഈ റാവത്തൂർ ബിരിയാണിയാണ് പറയാൻ പോകുന്നത്. പിന്നെ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ലോലിപോപ്പും. ഓക്കെ, നമ്മളങ്ങനെ ബ്രോസ്റ്റഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ സാധനം? അയ്യോ, മുട്ടയാണ്, പൊട്ടിച്ചേനെ ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നമ്മളിനി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്ത് ചാടാൻ പോവാണ്. ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കപ്പ് നൂഡിൽസിൻ്റെ സെക്ഷനാണ് ഗൈസ്. കിംച്ചി, രാമൻ കിംച്ചി, സ്പൈസി രാമൻ. നമുക്ക് മേലെ പോവാം, ഫുഡ് കോർട്ട്. അമ്മ ഇതിൽ കയറില്ലല്ലോ? കയറില്ലേ? ആ, ഇതിൽ കയറാണ്ട് രക്ഷയില്ല അമ്മ. സ്റ്റെയർ കേസ് ഞാൻ പിടിക്കാം. ഗൈസ്, അപ്പം മേലെ ഇതൊക്കെയാണുള്ളത്. ഫുഡ് കോർട്ടിൽ ടോപ്പിംഗ് ടൗൺ ഉണ്ട്, മോമോസിൻ്റെ ഒരു ഷോപ്പുണ്ട്, പിന്നെ നൂഡിൽസിൻ്റെ റൈസ് ആൻഡ് നൂഡിൽസ് ഒരു ഷോപ്പുണ്ട്, ചിക്കിങ് ഉണ്ട്,
പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഫൺചൂറ വരുന്നുണ്ട്. പിന്നെ ലുലു കണക്റ്റും ഫാഷൻ സ്റ്റോറും ഇവിടെ തന്നെയാണ് വരുന്നത്. ഗൈസ് നമ്മൾ കപ്പ് കേക്ക് വാങ്ങിച്ചത് നോക്ക് ഗൈസ്, പെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിപ്പോയി. അയ്യോ, ഈ സംഭവം അടിപൊളിയാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയായി ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഇതായിരുന്നു നമ്മുടെ എന്തായിരുന്നു പേരൊന്നും ഓർമ്മയില്ല, മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു സാധനം വാങ്ങിച്ചത്. അതൊന്ന് നോക്കട്ടെ. അയ്യോ, ഇത് കഴിക്കാൻ ഭയങ്കര പണിയാണ് ഗൈസ്. അയ്യേ, ഇതൊട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത് പോരാ, അയ്യോ വാങ്ങേണ്ടിയിരുന്നില്ല. ഇത് ഫെയിലാണ്. ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ പേര് ഓർമ്മയില്ല. എന്താ ഒരു സാധനം, ടേസ്റ്റ് ഇല്ല, ഫ്ലോപ്പ് ഐറ്റം. നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ച റാവത്തൂർ ചിക്കൻ പ്ലസ് റോസ്റ്റഡ് ചിക്കൻ. ഓക്കെ, എന്താ സ്റ്റക്കായി നിൽക്കണേ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. റോസ്റ്റഡ് ചിക്കൻ ഗായ്സ്. റോസ്റ്റഡ് ചിക്കൻ അത്ര ടേസ്റ്റ് ഇല്ല ഗൈസ്. ചിക്കൻ ലോലിപോപ്പ് അത്ര പോരാ. നമ്മളൊരു ചായ പറയാൻ കയറിയിട്ടുണ്ട് ഇവിടെ. നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ബൈ 2 get 1 ഫ്രീ ഒക്കെ ഉണ്ട്. പക്ഷെ ആസ് യൂഷ്വൽ നമ്മളൊന്നും വാങ്ങില്ല. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയിട്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു മാളിൽ നിന്ന് ഇനി പോകാൻ പോവാണ്. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ലുലു മാളിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. ഷോപ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ കണ്ണാടിയാണ്, പാലക്കാട് കണ്ണാടിൻ്റെ അവിടെയാണ് ഈ പുതിയ ലുലു മാൾ വന്നിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.